അതിൽ ഒന്നാമതായി കടന്നു വരുന്നത് ചാരത്ത് വന്നിട്ട് മുത്തുനബിയോട് ചില വർത്തമാനങ്ങൾ പറയുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബേ, അല്ലയോ പ്രവാചകനേ, എനിക്കവിടുത്തെ അങ്ങയെ വല്ലാത്ത ഇഷ്ടമാണ്, അങ്ങയോട് എനിക്ക് വല്ലാത്ത ഹബ്ബാണ്, അങ്ങയോട് എനിക്ക് വല്ലാത്ത ആരാധനയാണ് ഹബീബേ. ഹബീബായ നമ്മുടെ ചാരത്ത് വന്ന വന്നുകൊണ്ട് ഹബീബായ തങ്ങളോട് പറയുന്ന നബിയേ, അങ്ങ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ അങ്ങയുടെ മേൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ 10 സ്വലാത്ത് ജീവിതത്തിൽ ചൊല്ലിയാൽ അവന്റെ ഉറക്കം മുഴുവേറ്റത് മുതലേ അവന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അവൻ 10 സ്വലാത്ത് അങ്ങയുടെ മേൽ ചൊല്ലിയാൽ അവനിക്ക് ഞാൻ ചില സമ്മാനങ്ങൾ കൊടുക്കും നബിയേ, അവർക്ക് ഞാൻ ചില സമ്മാനങ്ങൾ കൊടുക്കും ഹബീബേ. മാത്രവുമല്ല അവർക്ക് ഞാൻ എന്റെ ദുആവും കൊടുക്കുമെന്ന് പറയുകയാണ്. ഹബീബേ, അങ്ങയുടെ പേര് സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യരെ, ഒരു ദിവസത്തിൽ 10 സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യരെ ഞാൻ എന്റെ ദുആഇനെ കൊടുക്കുന്നതാണെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ, മാത്രവുമല്ല ആ മഹാനാകുന്ന മലക്ക് നമുക്കൊരു സമ്മാനം കൂടി തരുകയാണ്. എന്താ സമ്മാനം എന്നറിയോ? ഹബീബായ നമ്മുടെ ചാരത്ത് വന്ന അസ്റായീൽ كما أقبل الأرواح الأنبياء. അങ്ങയുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യരുണ്ടല്ലോ, ഞാൻ കൊടുക്കുന്ന ഒരു സമ്മാനം എന്തെന്നറിയോ? അംബിയാ മുർസലീങ്ങളുടെ റൂഹ് എടുക്കുന്നത് പോലെ ആദം നബിയും നൂഹ് നബിയും സാലിഹ് നബിയും ഹൂദ് നബിയും അതേ ദാവൂദ് നബിയും ഇബ്രാഹിം നബിയും സുലൈമാൻ നബിയും അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രവാചകന്മാരുടെ റൂഹ് എപ്രകാരമാണോ എടുത്തത് അപ്രകാരമാണ് ഹബീബേ അങ്ങയുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യന്റെ റൂഹ് ഞാൻ എടുക്കുന്നതെന്ന് അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോൾ, പ്രിയമുള്ള സഹോദരന്മാരെ, ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മുത്ത് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ എത്രയോ ഹൈറാണ്. ആ മുത്ത് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ മരണവേദന പോലും കുറയുമെന്ന കാര്യം ഹബീബായ തങ്ങളുടെ സുവർണവേദന എങ്ങനെയായിരുന്നു? എണ്ണക്കുപ്പിയിൽ നിന്ന് നോരെടുക്കുന്ന രാഘവത്തോടെ ഹബീബായ തങ്ങളുടെ നോരെടുത്തിട്ട് പോലും മുത്ത് നബി വല്ലാതെ കരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സഹചാരികളുമായിട്ട് പല കിടക്കുന്ന മണലാരണ്യത്തിൽ കൂടി നടന്നു പോകുമ്പോൾ ആ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തന്റെ അനുയായികൾ പറയുകയാണ്, അല്ല ഈസ നബിയേ, നിങ്ങൾ മരിച്ച ആളുകളെ ജീവിപ്പിക്കുന്ന ആളല്ലയോ? എങ്കിൽ ഞാൻ കാണിച്ചു തരുന്ന ഈ ഖബർസ്ഥാനിൽ കിടക്കുന്ന മനുഷ്യരെ നിങ്ങൾക്കൊന്ന് ജീവിപ്പിക്കാൻ സാധ്യമാണോ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തന്റെ സമുദായം വെല്ലുവിളിക്കുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ മുന്നിലേക്ക് കൈവിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, ഓ ഖബറിൽ കിടക്കുന്ന മനുഷ്യ, നീ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമോ? ആ സമയത്ത് ഖബർ രണ്ടായി പിളരുകയാണ്. ആ ഖബറിൽ നിന്നൊരു മനുഷ്യൻ എഴുന്നേറ്റ് വരുന്നു. ആരാ മനുഷ്യൻ എന്നറിയോ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനാകുന്ന സാമ ആ ഖബറിൽ
നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ആ സ്വാമിയോട് ചോദിക്കുന്നു, 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനാകുന്ന സ്വാമിയോട് ചോദിക്കുന്നു, സ്വാമി, നീ മരിച്ചു മണ്ണോട് ചേർന്നതിന് ശേഷം ഒരുപാട് ശിക്ഷകൾ നീ കണ്ടിട്ടില്ലേ? നിന്റെ ഖബറിന്റെ അവസ്ഥ നീ ഒന്ന് പറഞ്ഞു നൽകുമോ? അതിൽ ഏറ്റവും കൂടുതൽ നിന്നെ വിഷമിപ്പിച്ച ഒരു ശിക്ഷ എന്താണെന്ന് പറഞ്ഞു തരുമോ എന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനാകുന്ന സാമിനോട് മഹാനാകുന്നതായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സമയത്ത് സഹാബ അവിടുന്ന് ഈസാ നബിയോട് പറയുന്നു, ഈസാ നബിയേ, എനിക്കതേ ഖബറിലെ ശിക്ഷയൊന്നും വല്ലാതെ പ്രയാസപ്പെട്ടിട്ടില്ല. എന്നാൽ 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ മരണപ്പെടുമ്പോ എന്റെ റൂഹെടുത്ത അസ്റായീൽ എന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹെടുത്തല്ലോ, ആ റൂഹിന്റെ വേദന ഇന്നേ വരെ എന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് മാറിയിട്ടില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കുക. ഒരു പ്രവാചകന്റെ മകന്റെ കഥയാണ് പറയുന്നതെങ്കിൽ എത്രയോ തെമ്മാടിത്തരങ്ങള്, എത്രയോ ഹറാമുകളാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത്. എത്രയോ ഹറാമിന്റെ വഴികൾ കൂടിയാണ് ഞാനും നിങ്ങളും നടന്നു പോകുന്നത്. എത്രയോ ഹറാമാണ് ഒരു ദിവസം പുലരുന്നത് മുതൽ അസ്തമയ സമയം വരെയും ഞാനും നിങ്ങളും സംസാരിക്കുന്നത്. എത്രയോ ഹറാമിന്റെ വഴിത്താരകൾ കൂടി നടന്നു പോകുന്ന എന്റെയും നിങ്ങളുടെയും റോഹെടുക്കുന്ന സമയം ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ മരണവേദന കുറയണോ? ആ മരണവേദന ലഘുവാകണോ? ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇന്നൽ മൗതി ലസദാ, മരണത്തിന് വല്ലാത്ത വേദനയാ, മരണത്തിന് വല്ലാത്ത വേദനയാ. പരിശുദ്ധ ഖുർആനും അത് തന്നെയാ പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തിന് വല്ലാത്ത വേദനയാ. പരിശുദ്ധ ഖുർആനും പറയുമ്പോൾ, പ്രിയമുള്ള സഹോദര, ചിന്തിച്ചു നോക്ക്. നമ്മുടെ മരണവേദന കുറയണമെങ്കിൽ മുത്ത് നബിയുടെ 10 സ്വലാത്ത് ചൊല്ലാൻ സാധ്യമാണോ? എങ്കിൽ എന്റെയും നിങ്ങളുടെയും റൂഹെടുക്കുന്നത് അതേ അമ്പിയാ മുർസലീങ്ങളുടെ റൂഹെടുക്കുന്നത് പോലെയാണെന്ന് പറയുന്നു. മുത്തനബിയുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ റൂഹ് അമ്പിയാ മുർസലീങ്ങളെ പോലെ റൂഹെടുക്കുമെന്നാണ്. തീർന്നില്ല, രണ്ടാമതായി വീണ്ടും ഒരു മലക്ക് കടന്നു വന്നു. ആരാ കടന്നു വന്നെന്നറിയോ? ഹബീബായ തങ്ങളുടെ ചാരത്തേക്ക് അവിടുത്തെ രണ്ടാമതായി കടന്നു വന്ന മലക്ക് മഹാനാകുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമതായി കടന്നു വരികയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഹബീബേ, അങ്ങയുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് ഞാനൊരു സമ്മാനം കൊടുക്കും നബിയേ. അവനിക്ക് എനിക്ക് വല്ലാതെ ഇഷ്ടമാണ്. ആ മനുഷ്യന് വേണ്ടി ഞാൻ ദുആ ചെയ്യും നബിയേ. ഞാൻ കൊടുക്കുന്ന സമ്മാനം എന്തെന്നറിയോ? ഈ ഭൂമി മുഴുവൻ നശിച്ച് തരിപ്പണമാകുമല്ലോ. അല്ല, ഇതാ ദുഃഖത്തിൽ ഈ ഭൂമി മുഴുവൻ തരിപ്പണമാകുമല്ലോ. മല മുഴുവൻ ഇടിക്കപ്പെടുമല്ലോ. പഞ്ഞികളെ പോലെ മാറി നടക്കുന്ന ലോകമുണ്ടല്ലോ. അതിനുശേഷം അവിടെ തന്നെ രണ്ടാമതായി സൂറെന്ന് പറയുന്ന കാഹളത്തിൽ വന്നിട്ട് എല്ലാ മനുഷ്യന്മാരും എഴുന്നേറ്റ് വരുന്നുണ്ടല്ലോ. പന്നിയുടെയും പേപ്പട്ടിയുടെയും വയറിന്റെ ഭാഗമായി മലയോളം വയറുമായി നാളെ മനുഷ്യരിൽ വരുമല്ലോ. കണ്ണുള്ളവരുണ്ടല്ലോ, കാലുള്ളവരുണ്ടല്ലോ, കൈകാലുകൾ ഇല്ലാത്തവരായി കിടന്നു വരുമല്ലോ. ആ സമയത്ത് എല്ലാ മനുഷ്യന്മാർക്കും വല്ലാത്ത ചൂടാ. ആ സമയത്തെ എല്ലാ മനുഷ്യന്മാരും
മനുഷ്യന്മാരും പരസ്പരം അതേ പട്ടികൾ കടികൂടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അതേ കടിപിടികൂടുമെന്ന് ഹദീസിൽ കാണാം. എന്തിനു വേണ്ടി എന്നറിയുമോ? ഹജ്ജ് സൂറത്ത് പരിശോധിച്ച് നോക്കിയേ. ഹബീബായ തങ്ങൾ ഹജ്ജ് സൂറത്തിനെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ്, ആ മഹ്ശറ വൻസഭയിലെ വാപ്പ അതേ മകനെ തിരക്കി പോവുകയാ, ഉമ്മ മകനെ തിരക്കി പോവുകയാ, ഭാര്യ മകളെ ഭർത്താവിനെ തിരക്കി പോവുകയാ, സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. എന്തിനു വേണ്ടി എന്നറിയോ? തന്റേതായ അമലുകൾ കുറഞ്ഞിട്ട് സഹോദരന്റെ അമലിൽ നിന്ന് എന്തെങ്കിലും ഒരു അമൽ കിട്ടുമോ എന്നറിഞ്ഞിട്ട് അതേ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിച്ചു കൊണ്ടുപോകുമ്പോൾ ഹബീബായ തങ്ങൾ പറയുകയാ, ഓരോ പിതാവും തന്റെ മകനോട് പറയുമതേ, അല്ലയോ മകനേ, നീ ഭൂമി ലോകത്ത് വെച്ച് നീ എന്റെ സമ്പത്ത് മുഴുവൻ ചോദിച്ചാൽ ഞാൻ നിനക്ക് എന്റെ എല്ലാ സമ്പത്തും നൽകും. നീ ദീനാർ ചോദിച്ചാൽ ഞാൻ നിനക്ക് നൽകും. നീ ഡോളർ ചോദിച്ചാൽ ഞാൻ നിനക്ക് നൽകും. എന്നാൽ ഈ ദിവസങ്ങളെ നീ എന്നോട് എന്ത് തന്നെ ചോദിച്ചാൽ ഞാൻ നിനക്കൊന്നും നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളുടെ മുന്നിലേക്ക് കടന്നുപോയ മക്കളെ ആടി ഓടിച്ചു വിടുന്ന ഒരു മഹ്ശറ വരാനുണ്ടെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു നൽകുമ്പോൾ എല്ലാ മനുഷ്യന്മാരും പേടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഹബീബായ തങ്ങളുടെ മുന്നിൽ വന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, ഹബീബേ, ആ ദിവസമുണ്ടല്ലോ മക്കൾക്കെതിരെ, മക്കളുടെ മാതാപിതാക്കൾക്കെതിരെ സമരം ചെയ്യുന്ന കാലഘട്ടമാ മഹ്ശറ എന്ന് പറയുന്നത്. ഹബീബായ തങ്ങൾ വീണ്ടും പറയുന്നു, മക്കളെ അല്ലാഹുവിനോട് പറയുകയാ, യാ റബ്ബി, എന്നിട്ട് കാലുകൊള്ളുന്ന നാഥാ, എന്റെ ഉമ്മയൊന്ന് കൊണ്ടുവരണേ, എന്റെ പിതാവിനെ ഒന്ന് കൊണ്ടുവരണേ. എന്തിനെന്നറിയോ? എന്റെ അതേ ഞാൻ ചെയ്തു പോയ എല്ലാ തിന്മകളും അവരുടെ തലയിൽ വെച്ചിട്ട് അവരുടെ നന്മകൾ എനിക്ക് നൽകിയിട്ട് ഈ മഹ്ശറയിലേ എന്റെ കാലിന് ചൂടടിക്കാതെ ആ ചൂടിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ അവരെ ഒന്ന് വളർത്തി കിടത്തി നൽകുമോ എന്ന് മക്കളെ മാതാപിതാക്കൾക്ക് സമരം ചെയ്യുമെന്ന് ഹബീബായ തങ്ങൾ പറയുന്ന സമയത്ത് പ്രിയമുള്ള സഹോദര, മുത്തുനബിയുടെ മേൽ നീ 10 സ്വലാത്ത് ചൊല്ലിയാൽ നിനക്ക് വേണ്ടി ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറത്ത് പറയുന്ന കാലത്തിൽ ഓതിയതിനു ശേഷം നിനക്ക് വേണ്ടി അതേ സുജൂദിൽ കിടക്കുകയാ. ഏതുവരെ സുജൂദിൽ കിടക്കുമെന്നറിയോ? നിന്റെ പാപം പുറത്തിലെ നിന്നെ സ്വർഗ്ഗത്തിൽ വിടുന്നവരെയോ നിനക്ക് വേണ്ടി ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിനക്ക് വേണ്ടിയതേ അവിടുന്ന് അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടില് അവിടുന്ന് സുജൂദിൽ കിടക്കുമെന്ന് ഹബീബായ തങ്ങളുടെ ചാരത്ത് വന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുത്തുനബിയുടെ മേൽ ഒരു 10 സ്വലാത്ത് ചൊല്ലാൻ സാധ്യമാണോ? തീർന്നില്ല. അടുത്തതായി കടന്നു വരുന്നത് മഹാനാകുന്ന മീകാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. എന്നിട്ടതേ മുത്തുനബിയോട് പറയുന്നു, മുത്തുനബിയേ, അങ്ങയുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യനെ എനിക്കും വല്ലാത്ത ഇഷ്ടമാണ്. ആ മനുഷ്യന് ഞാനൊരു സമ്മാനം കൊടുക്കും. മീകാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ആ മഹ്ശറ വൻസഭയിലുണ്ടല്ലോ വല്ലാത്ത ദാഹമാണ്. എല്ലാ മനുഷ്യന്മാരും ഒരിടക്ക് വെള്ളത്തിന് വേണ്ടി ഓടുമ്പോൾ പ്രിയമുള്ള ഹബീബേ, അങ്ങയുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലിയ മനുഷ്യന് ഞാൻ കൊടുക്കുന്ന സമ്മാനം എന്തെന്നറിയോ? അനസ്തീറു മിൻ ഹൗദിക യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങയുടെ ഹൗദുൽ കൗസറിൽ നിന്ന് ഞാൻ അവരെ കോരി കുടിപ്പിക്കുമെന്ന് മഹാനാകുന്ന മീകാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോൾ പ്രിയമുള്ള സഹോദര, അടുത്തതായി കടന്നു വരുന്നത് മഹാനാകുന്ന ജിബ്രീൽ
അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. മുത്തുനബിയോട് പറയുന്നു, നബിയേ, അങ്ങയുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലുന്ന ഒരു മനുഷ്യൻ എനിക്കും വല്ലാത്ത ഇഷ്ടമാ. ആ മനുഷ്യന് ഞാൻ ഒരു സമ്മാനം കൊടുത്തു. എന്താ സമ്മാനം എന്നറിയോ? പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യത കടന്നിട്ട് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലെ ഒരൊറ്റ പാലമേ ഉള്ളൂ. അത് സിറാത്ത് പാലമാ. അതേ കൂരിട്ട് നിറഞ്ഞ മുടിയ ഏഴായി കീറിയാൽ എത്രമാത്രമല്ല നേർമയാണോ അത്രമാത്രം നേർമയുള്ള സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കിടക്കുന്നതായിട്ട് എല്ലാ മനുഷ്യന്മാരും ഒളിച്ചു നിൽക്കുമ്പോൾ ആ സിറാത്ത് പാലത്തിന്റെ മുന്നിലെത്തുമ്പോൾ 98% ആളുകൾ സിറാത്തിൽ നിന്ന് കാലിടറിക്കൊണ്ട് നരകത്തിൽ വീഴുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ മുത്തുനബിയുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ എനിക്കും നിങ്ങൾക്ക് മതേ മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നൽകുന്ന സമ്മാനം അൽആഖിദു ബിയദിഹി അമർ അലസ്സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ എന്റെയും നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് നാളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മിന്നൽ വേഗത്തിൽ കടന്നു പോകുമെന്ന് മുത്തുനബിയുടെ ചാരത്ത് വന്ന 4 മലക്കുകളും പറയുമ്പോൾ പ്രിയമുള്ള സഹോദര, ആ മുത്തുനബിയുടെ മേൽ ഞാനും നിങ്ങളും ഇന്നത്തെ സുബഹി നിസ്കാരം മുതൽ ഈ സമയം വരെയും ഒരു 10 സ്വലാത്ത് ചൊല്ലാൻ സാധ്യമാണോ? എത്ര പേരാണ് 10 സ്വലാത്ത് ചൊല്ലിയത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഓ മനുഷ്യ, നീ വെള്ളിയാഴ്ച രാവിലെ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലൂ. നീ അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് നിന്റെ വീടിന്റെ ഉള്ളറയിൽ നിന്ന് ചൊല്ലുന്നത് പോലെ നിന്റെ പേര് അടക്കം എന്റെ അടുക്കൽ മാലാഖമാർ വന്ന് പറയുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് എത്ര സഹോദരങ്ങളാണ് സ്വലാത്ത് ചൊല്ലിയത്? പണ്ട് കാലങ്ങളിൽ ഖൈറാത്ത് ചൊല്ലുന്ന ഉപ്പമാരുണ്ടായിരുന്നല്ലോ. പള്ളികളിൽ നേരത്തെ വെള്ളിയാഴ്ചയാകുമ്പോൾ പള്ളികളിൽ കടന്നു വന്നിരുന്നിട്ട് അൽ കഹ്ഫ് സൂറത്തും അതേപോലെ സ്വലാത്തിന്റെ കാര്യവും ചൊല്ലിയിരുന്ന ഒരു കാലഘട്ടം എന്ന് കഴിഞ്ഞുപോയി. ഇന്ന് വെള്ളിയാഴ്ചയായാലും നമുക്ക് പള്ളിയിൽ കയറാൻ സമയമില്ല. നമ്മുടെ കച്ചവട തിരക്കുകളുമായിട്ട് ഇരിക്കുകയാണ്. പ്രിയമുള്ള സഹോദര, ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിട്ടാണ് കണക്കാക്കാൻ സാധ്യമാവുക. ഹബീബായ തങ്ങളുടെ പേര് സ്വലാത്ത് ചൊല്ലാൻ മടി കാണിക്കുന്നവരുണ്ടല്ലോ. ഇന്ന് സ്വലാത്ത് മജ്‌ലിസുകൾ പല സ്ഥലങ്ങളിലും സ്വലാത്ത് മജ്‌ലിസുകൾ പാടെ എടുത്തു കളഞ്ഞു. അതെല്ലാം ബിദ്അത്താണെന്ന് പറഞ്ഞു. പ്രിയമുള്ള സഹോദര, പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ മുഅ്മിനീങ്ങൾക്കല്ലാതെ മുസ്ലിമീങ്ങൾക്കല്ലാതെ അവിടുന്ന് സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസമുള്ളവരെ, നിങ്ങൾ എൻ്റെ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അവിടെ എന്തുകൊണ്ട് യാ അയ്യുഹല്ലദീന മുസ്ലിമൂൻ എന്ന് പറഞ്ഞില്ല? മുസ്ലിം ആ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചെല്ലല് മുസ്ലിമീങ്ങൾ മുഴുവനും മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൂല. അത് അല്ലാഹുവിന് അറിയാം. മുസ്ലിമായത് എൻ്റെ പേര് റഷീദ്, എൻ്റെ പേര് ജബ്ബാർ, ഞാനെല്ലാം മുത്തുനബിയുടെ പേര് സ്വലാത്ത് ചെല്ലോ എന്ന് അല്ലാഹുവിന് അറിയോ? ഇല്ല. അല്ലാഹ് അതുകൊണ്ടാണ് പറഞ്ഞത്, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് സ്വലാത്ത് ചൊല്ലാൻ മുഅ്മിനീങ്ങൾക്ക് അല്ലാതെ മറ്റൊരു മനുഷ്യനും സാധ്യമല്ല എന്ന് ഹബീബായ തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, മുത്തുനബിയുടെ പേര് സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് പിശുക്കാണോ? എങ്കിൽ നമ്മൾ മുഅ്മിനല്ല എന്ന് വേണം ധരിക്കാൻ. മുത്തുനബിയുടെ പേര് സ്വലാത്ത് ചെല്ലാൻ പറ്റുന്നില്ല. പണ്ട് ഉസ്താദെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയിരുന്നു, ഇപ്പൊ എന്തോ സ്വലാത്ത് ചെല്ലാൻ പറ്റുന്നില്ല എന്നൊരു മനുഷ്യന് തോന്നിയാൽ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് ഈമാൻ ചോർന്നു പോയിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കണം. നമുക്ക് ഹൃദയത്തിൽ നിന്ന് എത്രമാത്രമാണ് ഈമാൻ നമ്മളിൽ നിന്ന് ഒലിച്ചു പോയെന്ന് ചിന്തിക്കേണ്ടതാണ്.